ഗസയിൽ അൽ ജസീറയുടെ 5 പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്ന് വന്നു. ഓർക്കാതെയാണെങ്കിലും അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞുപോയി. സാധാരണ കൊല്ലപ്പെടുന്ന വാർത്തയിൽ അങ്ങനെ തോന്നാൻ പാടില്ലാത്തതാണ്. അതിൽ ഒരു അല്പം ക്രൂരതയുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ അൽ ജസീറ ചെയ്തുകൊണ്ടിരുന്ന പാതകങ്ങൾ ഓർക്കുമ്പോൾ അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നെനിക്ക് തോന്നി. ഒരാഴ്ച മുമ്പ് തന്നെ ഇസ്രായേൽ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇവരുടെ കൂട്ടത്തിൽ ഒരു ഹമാസ് പ്രവർത്തകനുണ്ട് എന്ന് കൃത്യമായിട്ട് അവർ പേരടക്കം വിളിച്ച് പറഞ്ഞതുമാണ്. ഇവരുടെ ടെൻറ്റിന് നേർക്ക് കൃത്യം ആക്രമണം നടത്തി ടെൻ്റ് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാം. 5 പേരും കൊല്ലപ്പെട്ടു. ഇവരാണ് ഈ നമ്മളെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ടീം. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തുന്ന ടീം. അതിൻ്റെ ഒരു ചെറിയ അംശമേ ആകുന്നുള്ളൂ കേട്ടോ. അൽ ജസീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻ്റർനാഷണൽ സാധനമാണ്. ഖത്തർ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന വലിയ മാധ്യമ സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിലെ മീഡിയ വണ്ണൊക്കെ വെറും അശുവാണ് അൽ ജസീറയുടെ മുമ്പിൽ. അവരാണ് ഈ നരേറ്റീവ് തീരുമാനിക്കുന്നത്. എവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ അവരിവരൊക്കെ മുസ്ലിങ്ങളെ ഓടിച്ചിട്ടടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്രചരണം നടത്തുക. വിക്റ്റിം കാർഡ് ഇറക്കുക. എങ്ങനെ വീണ് കഴിഞ്ഞാലും മുസ്ലിം ആയിരിക്കും അതിനകത്ത് വിക്റ്റിം. അയാളാണ് കുഴപ്പത്തിൽപ്പെട്ട ആൾ, പാവം. അതുകൊണ്ട് അയാളെ സഹായിക്കുക. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ശുദ്ധ കള്ളത്തരമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ, ലോക ഇസ്ലാമോഫോബിയ ദിനമുണ്ടാക്കിയവർ യുണൈറ്റഡ് നേഷൻസിൽ സ്വാധീനം ചെലുത്തി. നമ്മുടെ നാട്ടിൽ ഇന്ത്യ അതിൽ ഒപ്പിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും കുറേ രാജ്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അവിടെയൊക്കെ ഇസ്ലാമോഫോബിയ ദിനം കൊണ്ടാടുന്നുണ്ട് ആൾക്കാർ. ഞാനിത് ചെറുതായിട്ടാണെങ്കിലും എനിക്കൊരു ആശ്വാസം തോന്നാൻ കാര്യം, കേരളത്തിലും നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ അൽ ജസീറകളുണ്ടല്ലോ മലയാള മാധ്യമങ്ങളിൽ, അതിൽ ഇന്ന് വന്ന വാർത്തയാണ് സോന എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ. അപ്പോൾ പെൺകുട്ടി റമീസ് എന്ന ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അത് പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ 1 വർഷത്തേക്ക് മാറ്റിവെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഇത് ഇടയ്ക്ക് വെച്ച് വീണ്ടും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം റമീസ് വേറൊരു ഊരാക്കുടുക്കിൽ പോയി വീണു. വേറൊരു സ്ത്രീയുമായിട്ട് റമീസിന് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ കംപ്ലൈൻറ്റോ പോലീസ് കേസോ ഒക്കെ വന്നു. സോന ഒന്ന് പതറിയെങ്കിലും ഈ ഒരു പരിധി കഴിയുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയാറില്ല, ട്രോമ ബോണ്ടിങ് ഉണ്ടാകും. ഒരാൾ പരമദുഷ്ടനാണ് എന്ന് മനസ്സിലാക്കിയാലും ബോധ്യം വന്നാലും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മഹാമോശക്കാരിയാണ്, സ്വഭാവശുദ്ധി ഇല്ലാത്തവളാണ് എന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാൽ പോലും അത് ഡിസ്കൗണ്ട് ചെയ്ത് കളയായോ അതങ്ങനെ സംഭവിച്ചതായിരിക്കും. അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യും സൈക്കോളജിക്കലി. പിന്നെ ആ ബന്ധത്തിൽ നിന്ന് അവർക്ക് മോചനമില്ല. ഇതായിരിക്കണം ഒരുപക്ഷെ സോനയ്ക്ക് സംഭവിച്ചത്. സോനയെ റമീസ് കൊണ്ടുപോയി മതം മാറണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ മതം മാറണം എന്നാവശ്യപ്പെട്ടു. അത് 2 മാസമോ മറ്റോ പൊന്നാനിയിലോ മറ്റോ പോയി താമസിക്കണം. ചുരുക്കി പറഞ്ഞാൽ കല്യാണം താമസിക്കും. അപ്പോൾ സോന പറഞ്ഞു, അല്ലാതെ ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കുക, പിന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് പൊന്നാനിയിലോ മഞ്ചേരിയിലോ ആക്കുക, സത്യസരണിയിലോ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോവുക, ആകെ കൂടെ പ്രശ്നമാകുക, അതൊന്നും പറ്റുമൊന്നുമില്ല. നേരെ പോയി കല്യാണം കഴിച്ച് നമുക്കിവിടെ കഴിയാം, മതത്തിൻ്റെ പാട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞിട്ട് റമീസ് ഈ സോനയെ ഉപദ്രവിക്കുന്നു. റമീസിൻ്റെ ഉപ്പയും ഉമ്മയും ഉപദ്രവിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒടുവിൽ സോന തിരിച്ചു വന്ന് ആത്മഹത്യ ചെയ്യുന്നു. ഒരു കുറിപ്പും എഴുതി വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ വാർത്ത മലയാള മാധ്യമങ്ങളിൽ ജനമൊഴിച്ച് ബാക്കിയുള്ളവർ റിപ്പോർട്ട് ചെയ്തു. ആത്മഹത്യയാണല്ലോ, റിപ്പോർട്ട് ചെയ്യണമല്ലോ. പക്ഷേ ഇവരെല്ലാം പറയുന്നു മതം മാറാൻ നിർബന്ധിച്ചു. പക്ഷേ ഇത് മാത്രം പറയുന്നില്ല. ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്ക് മാറാൻ നിർബന്ധിച്ചു, അത് പറയണ്ടേ?
അത് പറയുന്നില്ല. അവിടെയാണ് കളി. സോന ക്രിസ്ത്യാനിയാണ്, റമീസ് മുസ്ലിമാണ്. ഞാൻ ഈ റമീസ് എന്നുള്ള പേര് ക്രിസ്ത്യാനിക്കാവരുതോ ആവാം, ഹിന്ദുവിനാകരുതോ ആവാം, പതിവില്ല. റമീസ് എന്ന് കേൾക്കുമ്പോൾ ഒരു മുസ്ലിമാണ് എന്ന് നമുക്ക് തോന്നും. സോനയ്ക്ക് ആ ഒരു ഇതുമില്ല. സോന ആരുമാകാം, ഹിന്ദു ആകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, അവർക്കൊക്കെ സോന എന്നുള്ള പേരുണ്ട്. അപ്പോൾ മുസ്ലിം ആണെങ്കിൽ പിന്നെ മുസ്ലിമായിട്ട് മാറേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ ക്രിസ്ത്യാനി ആയിരിക്കണം, ഹിന്ദു ആയിരിക്കണം. അപ്പോൾ ഇതിലാരാണ് എന്നെനിക്ക് സംശയം തോന്നി. ആ സംശയം തീർത്തു തന്നത് ജനം ടി വിയും പിന്നെ നമ്മുടെ ഷാജൻ സ്കറിയയുമാണ്. ഷാജൻ സ്കറിയ പറഞ്ഞു ഇവരുടെ അച്ഛൻ എൽദോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം മരിച്ചുപോയി, 3 മാസം മറ്റോ ആയുള്ളൂ. അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ പെൺകുട്ടി ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി. മലയാള മാധ്യമങ്ങൾ ഇങ്ങനൊരു കളി കളിക്കാൻ കാര്യം എന്തായി? റിലിജിയൻ വെളിപ്പെടുത്താതെ മതം മാറ്റം എന്ന് പറയുന്നുണ്ട്, പക്ഷേ മതം പറയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോന ക്രിസ്ത്യാനിയാണ്. മുസ്ലിം ക്രിസ്ത്യാനിയെ ബലം പ്രയോഗിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കഥയാണ് സോനയുടെ കഥ. ഈ കഥ നമ്മുടെ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ കഥയുടെ കോൺട്രഡിക്ഷനായിട്ട് വരുന്നു. ഛത്തീസ്ഗഡിൽ ഹിന്ദുവാണ് ഒപ്രസർ, ക്രിസ്ത്യൻ വിക്റ്റിമാണ്. അതുകൊണ്ട് അതിന് വലിയ ഹൈപ്പ് കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒപ്രസർ മുസ്ലിമും വിക്റ്റിം ക്രിസ്ത്യനുമാണ്. വിക്റ്റിം ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം കോപിക്കും. മാത്രമല്ല പള്ളിയിൽ അച്ഛന്മാരും ക്രൈസ്തവ സഭ തന്നെ കോപിക്കും. ഇവിടെ നമ്മൾ പർപ്പസ് പോയില്ല. എന്തൊരു കഷ്ടമാണ്. നരേന്ദ്രമോദിയെ അടിക്കാനുള്ള വടിയുണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി, അതല്ലെങ്കിൽ ആ വടി അവിടെ വെച്ചേക്ക്, മിനുസപ്പെടുത്തി ആ വാർത്തയൊന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതാണ് ചാനലുകൾ അവലംബിക്കുന്ന തന്ത്രം. മാതൃഭൂമിയുടെ ഡീറ്റെയിൽ റിപ്പോർട്ടിങ് കേട്ടോ, സോനയുടെ വീട്ടിൽ പോയി സോനയുടെ അമ്മയുമായിട്ട് ഇൻ്റർവ്യൂ, ബട്ട് ഒരു രീതിയിലും മതം വെളിപ്പെടുത്താതെ മാതൃഭൂമി അത് കൈകാര്യം ചെയ്തു. മാതൃഭൂമിയുടെ 2 റിപ്പോർട്ടർമാരുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന. 2 പേരും വളരെ ശ്രദ്ധയോടുകൂടി അത് റിപ്പോർട്ട് ചെയ്തു. സോനയുടെ സഹോദരനെ കാണിച്ചപ്പോൾ സഹോദരൻ്റെ പേരെഴുതി കാണിക്കുന്നില്ല, പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് എഴുതി കാണിക്കുന്നു. എന്താ സഹോദരന് പേരില്ലേ? ആ പേര് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കാതിരിക്കാനായിട്ട് പെൺകുട്ടിയുടെ സഹോദരൻ, ഞാൻ സമ്മതിച്ചു കേട്ടോ ഇവരുടെയൊക്കെ സാമർഥ്യം. ഒരു രീതിയിലും മതം പുറത്ത് പറയില്ല. കാരണം ക്രിസ്ത്യാനി വിക്റ്റിമാണെങ്കിൽ മുസ്ലിമാണ് ഒപ്രസർ. ഈ പരിപാടി ഇൻ്റർനാഷണൽ സ്കെയിലിൽ ചെയ്യുന്ന ആൾക്കാരാണ് അൽ ജസീറ. ഇവർ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ പ്രോട്ടോടൈപ്പ്, ഇതിൻ്റെ വിശ്വരൂപമാണ് അൽ ജസീറ. വെറുതെ അല്ല അൽ ജസീറയുടെ ആൾക്കാരെ പേരെടുത്ത് പറഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിം എന്ന് പറഞ്ഞ് നെതന്യാഹു തകർത്ത് കളഞ്ഞത്. നെതന്യാഹു അവിടെ ഗസ ടേക്ക് ഓവർ ചെയ്യുമെന്ന് പറയുന്നു. അതാണ് വേറൊരു തമാശ. ടേക്ക് ഓവർ ചെയ്തിട്ട് ഇഷ്ടൻ എന്ത് ചെയ്യാൻ പോവുക? എനിക്കറിയില്ല. ഇതുവരെ ഇസ്രായേൽ ചെയ്യാത്ത എന്ത് കാര്യമാണ് ഗസയിൽ ഇനി ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത്? ഇസ്രായേൽ സൈനിക മേധാവി അത് വലിയ അപകടമാണ്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ഡിസൈൻ മാറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ട്. എന്ത് ചെയ്യുന്ന ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ ഗസയിൽ ഇസ്രായേൽ? പക്ഷേ അത് അവർക്കറിയാം, അവരുടെ നരേറ്റീവ് ഉണ്ടാക്കാൻ അവർക്കറിയാം. എന്തോ പുതിയ കാര്യം കൊണ്ടുവരുന്നു, പുതിയ ഭരണമാറ്റം കൊണ്ടുവരുന്നു. ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവിടെ എന്തോ ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് തോന്നും. ഇതൊക്കെ വെറുതെ ഐവാഷാണ്. ബട്ട് ഇത് സക്സസ്ഫുള്ളി ഇസ്രായേൽ നടത്തിക്കൊണ്ട് പോകുന്നു. മറ്റവർ ഹമാസും പാലസ്തീനും അൽ ജസീറയും ഒക്കെ ചേർന്നിട്ട് അവരുടെ നരേറ്റീവ് നടത്തിക്കൊണ്ട് പോകുന്നു. ഈ 2 കൂട്ടർക്ക് നരേറ്റീവ് നടത്തിക്കൊണ്ട് പോകാൻ അറിയാം. മറ്റേ 2 കൂട്ടർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മൊത്തം ഭാരതത്തിലാണെങ്കിലും കേരളത്തിൽ പ്രത്യേകിച്ചാണെങ്കിലും ഒരു നരേറ്റീവുമില്ലാതെ അനാഥരായിട്ട് തുടരുന്നു. ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഈ അൽ ജസീറയിലെ 5 പത്രപ്രവർത്തകരെ മിസൈലോ ബോംബോ ഏതാണ്ടിട്ട് തട്ടിക്കളയുന്നത്. അപ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആശ്വാസമുണ്ടായത്. ആ ആശ്വാസം അല്പം മനുഷ്യത്വരഹിതമാണെങ്കിലും അതിന് ഒരു കാരണമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കും എന്ന് ഞാൻ കരുതുന്നു.
കൂടുതൽ ഇതേപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. മലയാള മാധ്യമങ്ങൾ അൽ ജസീറ വഴിക്കല്ലേ നടക്കുന്നത്? ഈ ഒരു ചോദ്യം കുറച്ചു നേരം മനസ്സിലിട്ട് ആലോചിച്ച് നോക്കുക. അവരവർക്കുള്ള ഉത്തരം അവരവർക്ക് കിട്ടിക്കോളും. താങ്ക് യു.